Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അത്യാവശ്യം അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തുടക്കക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി പരിചയപ്പെടുത്താണ്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. നീഡിലാണിത്. ഓക്കെ, നമ്മുടെ നോർമൽ നീഡിലാണിത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് തുന്നാൻ പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആ നീഡിലൊന്ന് വാങ്ങി വെക്കാം. അതുകൂടാതെ നമുക്ക് വേണ്ട, നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം ഇതാണ്, നമ്മുടെ ടാപ്പ്. ഇഞ്ച് ടാപ്പാണിത്. ഈ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റ് ചെയ്യുന്നതും അതുപോലെ ഫാബ്രിക് മാർക്ക് എത്രയാണ് നമ്മുടെ അളവ് ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു ടാപ്പ് ഇല്ലാതെ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വാങ്ങണം. അതുകൂടാതെ നമ്മുടെ സിസർ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഹീറോയിനൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാവണം കത്രികയ്ക്ക്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് മെഷീൻ്റെ നീഡിലാണ്. കണ്ടില്ലേ, മെഷീൻ്റെ നീഡിലാണിത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മെഷീൻ നീഡിൽ വാങ്ങണം. നീഡിലൊക്കെ പല സൈസിലുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ വേണ്ടവർക്ക് കോട്ടൻ്റെ നീഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. ജീൻസിൻ്റെത് വേണ്ടവർക്ക് അങ്ങനെ കിട്ടും. ബനിയൻ ക്ലോത്തിൻ്റെത്, അങ്ങനെ പല ടൈപ്പിലുള്ള നീഡിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് തന്നെ ചോദിച്ചു വാങ്ങുക. ഓക്കെ, പിന്നെ ബിഗിനേഴ്സിന് ഏറ്റവും കൂടെ കൊണ്ട് നടക്കാം എന്ന് പറയുന്ന പോലെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്തരത്തിലുള്ള പിന്നുകൾ. ഓക്കെ, ഫാബ്രിക് നമ്മൾ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റായി തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ ഒരു പിന്നുകളാണ്. അപ്പോൾ ഈ പിന്നുകൾ കുറച്ച് വാങ്ങി വെക്കണം. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ചോക്ക്. ഇത് ചോക്കാണ്. ഓക്കെ, ഇത് പല ഷേപ്പിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുണിയിൽ ഇതുപോലെ വരയ്ക്കാനും ഒക്കെ കഴിയും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. നമ്മുടെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യാൻ ഈ ഒരു ചോക്കാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചോക്കുകളും നിങ്ങൾ വാങ്ങി വെക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് സ്കെയിലാണ്. നമുക്ക് നമ്മുടെ കണ്ടില്ലേ ഇതുപോലുള്ള സ്കെയിൽ വാങ്ങി വെക്കണം. സ്ട്രെയിറ്റ് ലൈനൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കാം. സ്കെയിലിൻ്റെ ഉപയോഗമൊന്നും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഒരു സ്കെയിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീഡിൽ കണ്ടില്ലേ, നീഡിൽ ത്രെഡ് കോർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ നീഡിൽ ഇതുപോലെ വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് വളരെ നൈസായിട്ടുള്ളൊരു കമ്പി ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നീഡിലെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അകത്തേക്ക് കയറി കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലെ നീഡിൽ ഈ ഒരു സംഭവം വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ത്രെഡ് ഇതുപോലെ ഒന്ന് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ ത്രെഡ് ഈ ഒരു വശത്തിലൂടെ കോർത്തു കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ത്രെഡ് നമ്മുടെ നീഡിലിനകത്ത് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ നീഡിൽ ത്രെഡും കോർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മുടെ മെഷീനിലും യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ നോർമൽ മെഷീനാണ് ത്രെഡ് ഇതുപോലെ
നീഡിൽ ത്രെഡർ മെഷീനിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു നീഡിൽ ത്രെഡർ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിരിക്കേണ്ട ഒരു സംഭവമാണിത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതൊന്ന് ഊരിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കടയിൽ പോയി ചോദിക്കുക, അപ്പോൾ അവരിതെടുത്ത് തരും. കണ്ടില്ലേ? അപ്പം നമ്മുടെ സ്റ്റിച്ച് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് വേണ്ട മറ്റൊരു സംഭവം ഇതുപോലെയുള്ള റിങ്ങാണ്. ഇത് എംബ്രോയ്ഡറി റിങ്ങാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു 40 സ്റ്റിച്ചുകൾ, ഓക്കെ, എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു എംബ്രോയ്ഡറി റിങ്ങും നിങ്ങൾ വാങ്ങി വെക്കുക. ഈ റിങ് പല വലുപ്പത്തിൽ കിട്ടുന്നുണ്ട്, ചെറുതും വലുതും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വാങ്ങി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ പറയാൻ മറന്നുപോയൊരു സംഭവം, നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ത്രെഡും നീഡിലും ഇല്ലാതെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ത്രെഡും നീഡിലും മസ്റ്റായിട്ട് വേണം. അത് മെഷീനിലാണെങ്കിൽ മെഷീൻ്റെ നീഡിൽ, അതല്ല കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നോർമൽ നീഡിൽ. ഇത് 2 കാര്യങ്ങൾ എന്തായാലും മറക്കാതെ വാങ്ങിക്കുക. ഓക്കെ, എംബ്രോയ്ഡറി ഫ്രെയിമിനോടൊപ്പം തന്നെ നിങ്ങൾ എംബ്രോയ്ഡറി ത്രെഡ് കൂടി വാങ്ങിക്കുക. ഓക്കെ, ഇത് പല കളറിൽ കിട്ടും. 2 രൂപയേ ഉള്ളൂ ഒരു ത്രെഡിന് ചാർജ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലുള്ള നോർമൽ 2 രൂപയുടെ ത്രെഡ് വാങ്ങിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള കുറച്ച് നൂലുകൾ വാങ്ങി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ വാങ്ങേണ്ട മറ്റൊരു സംഭവമാണിത്. പേപ്പർ ഷുഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പോൾ മീറ്ററിന് 30 രൂപയായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പേപ്പർ ഷുഗർ പേപ്പർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് കട്ടിയുള്ള സംഭവമാണിത്, ക്യാൻവാസ്. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഷർട്ടിൻ്റെ കോളർ അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു പേപ്പർ ഷുഗറിൻ്റെ 1 മീറ്റർ പേപ്പർ ഷുഗർ കൂടി വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഷുഗർ പേപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വാങ്ങി റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മെഷീൻ, നമ്മുടെ സേവിങ് മെഷീൻ. അത് എല്ലാവരുടെയും വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമല്ലേ, നമ്മൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാലോ, വീട്ടിൽ നിന്ന് അത് ട്രൈ ചെയ്ത് നോക്കുകയോട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് മെഷീനാണോ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഈ ഒരു മെഷീനാണ്. ഉഷയുടെ ജാനോം വണ്ടർ സ്റ്റിച്ചാണിത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് അറിയാമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് മെഷീനാണുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ വാങ്ങി വെക്കുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങേണ്ട മറ്റൊരു സാധനം, ഒരു നോട്ട്ബുക്ക്, പെൻസില്, പെന്ന്, സ്കെയിൽ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിയിരിക്കണം. എന്താ വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വീഡിയോ എടുത്ത് നോക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ആ നോട്ട് എടുത്തിട്ട് നോക്കിയാൽ മതിയാകും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു 2-3 തവണ അത് വായിച്ച് നോക്കി, ഒരു 2 തവണ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി തന്നെ നമ്മൾ എന്തൊരു, അത് ഫ്രോക്കായാലും ചുരിദാറായാലും നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും പെൻസിലും കൂടി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.